ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിപ്രിയ കാർത്തിക്. അങ്ങനെ ഞാൻ ഇന്നൊരു സ്നാക്സ് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് സാധനങ്ങൾ മാത്രം മതി, പെട്ടെന്ന് ടപ്പേന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉന്നക്കായാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്, പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ പോയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഗൈസ്. അതിലെ മെയിൻ സംഭവമാണ് ഈ ഒരു സംഭവം, ഏത്തപ്പഴം. അപ്പം ഞാനിവിടെ 2 വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഏത്തപ്പഴം നാട്ടിലത്തെ പോലെ അത്ര പഴുത്തതൊന്നുമല്ല. അറിയില്ല ഇത് എങ്ങനെ വരുന്നുള്ളത്. കാരണം ഇങ്ങനെ കാണുമ്പോൾ നല്ല പഴുത്തിട്ടുണ്ടെന്ന് തോന്നുമെങ്കിലും ഒട്ടും മധുരമില്ല ഗൈസ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു, പുഴുങ്ങി കഴിച്ചു. പക്ഷേ വിചാരിച്ച പോലെ അത്ര മധുരമില്ല. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ 2 വലിയ ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. പിന്നെ കോക്കനട്ട്, ഏലക്ക വേണം. ഏലക്ക ഞാൻ പിന്നെ എടുത്തിട്ടില്ല, നോക്കാം. പിന്നെ ഷുഗർ, ഞാൻ ബ്രൗൺ ഷുഗറാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഏലക്ക നമുക്ക് ചുമ്മാ ഒരു ഫ്ലേവറിന് ഒരെണ്ണമൊക്കെ ആഡ് ചെയ്യാം, നമ്മൾ തേങ്ങ ഒന്ന് നെയ്യിൽ ഒന്ന് ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഭയങ്കര സിമ്പിളാണ്, നമുക്കൊന്ന് ഉണ്ടാക്കാം ഗൈസ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഏത്തപ്പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പുഴുങ്ങുന്നത് 3 പീസായിട്ട് മുറിക്കാം, വലിയ പീസല്ലേ. എന്നിട്ട് നമുക്കൊരു വെട്ടിട്ട് കൊടുക്കാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചൂടായി കഴിയുമ്പോൾ മുറിക്കാൻ അല്ല, ഈ തൊലി കളയാനൊക്കെ ഭയങ്കര പാടല്ലേ. ഇങ്ങനെ മുറിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. ചെറിയൊരു ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് സ്ഥലം കുറച്ച് കുറവാണ്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. അങ്ങനെ അതേ ഏത്തപ്പഴം മുറിച്ച് നമ്മൾ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം ഗൈസ്. ആദ്യം നെയ്യ് ആഡ് ചെയ്തു, അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ആഡ് ചെയ്തു. ഏലക്കായ ഞാൻ പൊടിച്ച് ചേർത്തു. വീഡിയോ ഫുൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ ഓൺ ആയിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത്. ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊടി പോലെയാണ് ഇരിക്കുള്ളൂ, കാരണം മറ്റേ തേങ്ങയല്ലല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പരിപ്പിലോട്ട് ചൂടാണ്, നല്ല ചൂടാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കട്ടെ. ഒരു പഴം വലിയ സെറ്റപ്പില്ല, വൃത്തിയുടെ പഴം വലിയ അങ്ങനെ അതൊന്നും പഴുത്താത്തൊരു ടൈപ്പ് പഴം. പക്ഷെ വെറുതെ പുറമെ കാണുമ്പോൾ നല്ലതാണ് പഴുത്ത പോലെ തോന്നും. മൂക്കാത്ത പഴം എന്നൊക്കെ പറയില്ലേ. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സാധനം ഇതിലേക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് എന്നൊക്കെ പോകണ്ടിട്ടാ, കുറേ അല്ലാത്തോണ്ട. അത്യാവശ്യം കറക്റ്റ് ഷേപ്പായി തോന്നുന്നു, ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രം ലാസ്റ്റത്തെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വലിപ്പം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്ക് 6 2 പഴത്തിൽ നിന്നും കിട്ടിയത്. പിന്നെ ഒരു പഴം പഴുത്തിട്ടുണ്ടായിരുന്നില്ല അധികം, അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതുണ്ടാവുമായിരിക്കും. നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, പാനിലേക്ക് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു വരും.
നമ്മുടെ ഉന്നക്കായ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ പുറകിലത്തെ സൈഡിലും ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ സൈഡിലും ആ ഒരു കളറാക്കി എടുക്കാം. യെസ്, അങ്ങനെ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയേനെ. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത്ര ടേസ്റ്റ് ആയിരുന്നു. ആ തേങ്ങയുടെ ഫില്ലിങ്സൊക്കെ ശരിക്കും കാണുന്നുണ്ട് ഉള്ളിൽ. ഞാൻ ആഗ്രഹിച്ചൊരു സാധനം കിട്ടുമ്പോണ്ടല്ലോ, അത് കഴിക്കുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.